സാർ, ഇന്ന് ശരിക്കും എന്താണ് ഉണ്ടായത്? ടെസ്റ്റിന് വരുമ്പോൾ തന്നെ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു. പോലീസ് എത്തി അവരെ വകുന്നു മാറ്റി ടെസ്റ്റിന് സൗകര്യമൊരുക്കുന്നു. പക്ഷേ എന്നിട്ടും ടെസ്റ്റ് നടത്തുമ്പോൾ തന്നെ അവരവിടെ കൂകി വിളിക്കുന്നു. വലിയ പ്രതിഷേധം. ഇതിനിടയിലാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. എൻ്റെ മകളുടെ ലേണേഴ്സ് ലൈസൻസ് ഈ ആഴ്ച തീരുകയാണ്. അപ്പം പഠിപ്പിച്ച ഡ്രൈവിംഗ് സ്കൂളുകാരനെ അറിയിച്ചത് അദ്ദേഹം ടെസ്റ്റിന് സഹകരിക്കുന്നില്ല, ഒരു ബഹിഷ്കരണമാണെന്നാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മോളുമായിട്ട് ടെസ്റ്റിന് വന്നു. എന്നപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഈ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ടെസ്റ്റ് ബഹിഷ്കരിക്കാനും പഠിപ്പിക്കാതിരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ ടെസ്റ്റിന് വരുന്നവരെ ആക്രമിക്കാനും അവരെ തടയാനും അവരെ അസഭ്യം പറയാനും അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം വേണ്ടെന്ന് പറയാനൊന്നും ഇവർക്ക് യാതൊരു അവകാശവുമില്ല. ഇതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശക്തമായ രീതിയിൽ ഞങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകും. തീർച്ചയായിട്ടും ഇതൊന്നും അംഗീകരിച്ച് മുമ്പോട്ട് പോകാനൊക്കത്തില്ല. പിന്നെ എൻ്റെ മകള് അവർ തെറി വിളിക്കുകയും കൂക്കി വിളിക്കുകയൊക്കെ ചെയ്ത കാരണം ആകെ സംഭീതയായി ടെസ്റ്റ് ഫെയിലാവുകയും ചെയ്തു. അതിൽ എനിക്ക് നിരാശയില്ല. ഇത് മറ്റുള്ളവർ നാളെ വന്ന് ടെസ്റ്റ് എടുക്കാനുള്ള ഒരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ സമരക്കാർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്ന് അറിയുന്നു. ഞാൻ വലിയതുറ സ്റ്റേഷനിൽ അവർക്കെതിരെ ഞങ്ങളെ ആക്രമിച്ചതിനും അസഭ്യം പറഞ്ഞതിനുമൊക്കെ ചേർത്ത് പരാതി നൽകിയിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കാണോ അതോ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടോ പരാതി? കണ്ടാൽ അറിയാവുന്ന ആൾക്കാരുടെ പേരിലാണ് പരാതി. എല്ലാം വിഷ്വൽസ് ഉണ്ടല്ലോ. ഈ വലിയതുറ പോലീസിലല്ലേ കംപ്ലൈൻറ്റ് കൊടുത്തത്? അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നടപടി? അല്ല, അവിടെ SHO ഇല്ലായിരുന്നു. അദ്ദേഹം ലീവിലാണ്. പകരം പൂന്തറ SHOക്ക് ചാർജാണ്. അദ്ദേഹവും ഇല്ലായിരുന്നു. അതിന് നടപടികൾ അവരെടുക്കുമായിരിക്കും.